ഉൽപ്പത്തി 35 വേറെ പ്രധാനപ്പെട്ട ഒരു വിഷയം രൂബേന്റെ ആഗമ്യ ഗമനം. ഇസ്രായേൽ അത് കേട്ടു എന്നാണ് കൊടുത്തിരിക്കുന്നത്. കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു, കേൾക്കാൻ പാടില്ലാത്തത് രൂബേൻ കേൾപ്പിച്ചു. ഒരു ദൈവ പൈതലിനോട് ബന്ധത്തിൽ ഇത് രണ്ടും പാടില്ല. ദൈവസഭയ്ക്കും ദൈവനാമത്തിനും ദൈവവചനത്തിനും ദൈവ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതൊന്നും കേൾപ്പിക്കരുത്. അത് കേൾക്കുകയും ചെയ്യരുത്. സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു എന്ന് അതാ കേൾപ്പിക്കണ്ടേ. സ്തോത്രം. വേറൊന്നും കേൾപ്പിക്കരുത്. അപ്പൊ നമ്മളെ ആ ഭാഗം ചിന്തിച്ചു വന്നത് ഈ യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് രാജാവ് വരേണ്ടത്. പക്ഷെ വന്നത് ഏത് ഗോത്രത്തിൽ നിന്നാ? പ്രാരംഭത്തിൽ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന്. അപ്പോൾ ഈ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് രാജാവ് വരാനുള്ളതിന്റെ ഒരു കാരണം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയാണ്. റാഹേല് വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇരമിയാവും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ മക്കളെ ചൊല്ലി കരയുക. അവർക്കില്ല, നല്ല അവകാശമൊന്നും ഇവർക്കില്ല. അവൾ അനുദപിച്ച് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് യഥാസ്ഥാനപ്പെട്ട് കരഞ്ഞ് ജീവൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം റാഹേലിനോട് പറഞ്ഞ് കരയാതെ കണ്ണുനീരടക്ക്. നിന്റെ ഈ പ്രാർത്ഥനയ്ക്കും സമർപ്പണത്തിനും മടങ്ങിവരവിനും ഒരു പ്രതിഫലമുണ്ട്. ആ പ്രാർത്ഥനയും കണ്ണുനീരുമാണ് ബെന്യാമീൻ ഗോത്രത്തിൽ ഒരുവനെ രാജാവാക്കാൻ ദൈവം പദ്ധതി കിട്ടും. ഇതിനകത്തെ ആത്മീക പാഠം ഞാനും നിങ്ങളും അവസരം കിട്ടുമ്പോൾ അനുദപിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ചാൽ, കർത്താവ് വരാൻ താമസിച്ചാൽ ഈ തലമുറയൊന്നും അതപ്പതിക്കുകയില്ല. തലമുറയൊന്നും നശിച്ചു പോകത്തില്ല. ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, നമ്മുടെ കാലം കഴിഞ്ഞാൽ കർത്താവ് വരാൻ താമസിച്ചാൽ താമസിക്കത്തില്ല, അഥവാ നമുക്ക് ആർക്കും നിശ്ചയമില്ല. എന്നാ എപ്പോഴാണ്? നമ്മുടെ കാലം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വേണം ഈ സഭ കൊണ്ടുപോകാൻ. ഇവരെല്ലാവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടണം. അതിന് മാതാപിതാക്കൾ നന്നായിട്ട് മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകയോടെ ജീവിക്കുകയും ചെയ്യണം. ഇല്ലേ പിള്ളേര് വേറെ വഴിക്ക് പോകും. ആട്ടെ. അപ്പോൾ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ഒരുവനെ രാജാവാക്കി. യഹൂദയിൽ നിന്ന് ആ രാജാവ് വരേണ്ടത്, പക്ഷെ വന്നില്ല. ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് വന്നു. വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു. മറുവശം യഹൂദയിൽ നിന്ന് എന്താ രാജാവ് വരാഞ്ഞത്? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോല് യഹൂദയിൽ നിന്നും രാജതണ്ടവന്റെ കാലുകിടയിൽ നിന്നും, അങ്ങനെയല്ലയോ 49:10 ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് ഗോത്ര പിതാക്കന്മാരെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു വന്ന കൂട്ടത്തിൽ പറഞ്ഞ പദം അങ്ങനല്ലേ വായിച്ചേ? 10-ാം വാക്യം. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും. യഹൂദ എന്നുള്ള ഭാഗം കൂടെ ചേർത്ത് വായിച്ചേ, എങ്കിലല്ലേ അത് ഒന്നുകൂടെ ക്ലിയർ ആകും. അവകാശമുള്ളവൻ അല്ലല്ല, യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. അതിനെത്രാം വാക്യം? 8-ആണോ 9-ആണോ? യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. 1-ാം വാക്യം മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ രൂബേൻ മുതൽ അങ്ങോട്ട് ദൂത് പറയാ. രൂബേനോട് ദൂത് പറഞ്ഞു, ശിമയോനോട് ലേവിയോടും പറഞ്ഞു, പിന്നെ യഹൂദയോട് പറയാൻ 8-ാം വാക്യം ഒന്നുകൂടെ വാക്യം. യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ ഇരിക്കും. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം. മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആർ അവനെ എഴുന്നേൽപ്പിക്കും. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ഇത് പ്രവചനവാക്യമാണ്. അവകാശമുള്ളവൻ എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന്റെ അർത്ഥം ക്രിസ്തു ജനിക്കുന്നത് യഹൂദാ ഗോത്രത്തിൽ നിന്നാണ്. അതാണ് ആ വാക്യത്തിന്റെ വേറൊരു വിശേഷമായ അർത്ഥം. യേശു ക്രിസ്തു യഹൂദാ ഗോത്രത്തിൽ നിന്ന് ജനിക്കുമെന്ന് പ്രവചനാത്മാവ് യാക്കോബ് പറയുകയാണ്. അപ്പൊ ഇത് പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞാണ് ചെങ്കോല് യഹൂദയില്ല. അപ്പോൾ രാജാക്കന്മാർ ഭരണം നടത്തുന്നത് യഹൂദാ ഗോത്രക്കാരാണ്.
ഈ ഇടയ്ക്ക് കയറി പറയാം, ഈ രാജാവും പുരോഹിതനും എല്ലാം വരേണ്ടത് രൂപേൻ ഗോത്രത്തിൽ നിന്നാ വരേണ്ടത്. രൂപേൻ ഗോത്രത്തിൽ നിന്നാ വരേണ്ടത്. പക്ഷേ രൂപേൻ കൽപ്പന തെറ്റിച്ച് ലംഘനത്തിൽ അകപ്പെട്ടത് കൊണ്ട് അതെല്ലാം പകത്ത് മാറ്റി. ആ ഭാഗത്തേക്ക് പിന്നെ പോകുന്നില്ല. വേറെ ചില ഭാഗം ചിന്തിച്ചു വരുമ്പോൾ ഒത്തങ്ങ് ചിലപ്പോൾ ആ ഭാഗത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എങ്ങും പോകാൻ സാധ്യതയില്ലെന്നുള്ള രീതിയിൽ. അവിടെ ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് നല്ല കടുപ്പമുള്ളൊരു ചായ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. ക്ഷീണമൊക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, യഹൂദ ഗോത്രത്തിൽ നിന്ന് രാജാവ് വരേണ്ടത് പക്ഷെ വന്നില്ല. യഹൂദയിൽ നിന്ന് രാജാവ് വരാതിരിക്കാൻ ഈ ദൈവം എല്ലാം ക്ലിയർ നീതിയോട് ന്യായത്തോടെ ഇടപെടുന്നത്. യഹൂദയിൽ നിന്ന് രാജാവ് വരാതിരിക്കാനുള്ള കാരണം തിരുവചനം പഠിപ്പിക്കുന്നത്, യഹൂദ ഗോത്രത്തിൽ കൗലിടയൻ കയറി. യഹൂദ ഗോത്രത്തിൽ കൗലിടയൻ വന്നു. ആവർത്തന പുസ്തകത്തിൽ വാക്യമുണ്ട്, കൗലിടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10 തലമുറ പോലും ഇതിനകത്ത് കയറി പറ്റരുത്. 10 തലമുറ വിലക്ക. അപ്പൊ യഹൂദ ഗോത്രത്തിന്റെ രാജാവ് വരാതിരിക്കാൻ കാര്യം ഗോത്രത്തിൽ കൗലിടയൻ കയറി എന്ന് പറഞ്ഞാൽ, വ്യവസ്ഥ പ്രകാരം ജനിക്കാത്ത സന്തതി യഹൂദ ഗോത്രത്തിൽ ജനിച്ചു. നിങ്ങൾക്ക് ആ ഭാഗം വചനം പഠിക്കുന്നവർക്ക് അറിയാം. ഈ ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെ ഒറ്റ വാക്യം പറഞ്ഞാൽ യോസേപ്പിന്റെ ചരിത്രം. 35-ാം അധ്യായത്തിൽ യാക്കോബ് ബഥേലിലോട്ട് പോകുന്ന വിഷയം, 36-ാം അധ്യായത്തിൽ ഏശാവിന്റെ പാരമ്പര്യം പറഞ്ഞു. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ സൃഷ്ടിവൃത്തമാണ്. 2-ാം അധ്യായത്തിൽ ഏതെന്ന് തോട്ടം സൃഷ്ടിക്കുകയും സൃഷ്ടിയുടെ വൈശിഷ്ട്യം 3-ാം അധ്യായത്തിൽ പാപം ചെയ്ത് തോട്ടത്തിന് വെളിയിലാക്കി. 4-ാം അധ്യായത്തിൽ കയ്യനും ഹാബേലും കിഴക്കോട്ട് പോയി, ഗുണം പിടിക്കാത്തവനെല്ലാം കിഴക്കോട്ടായി പോകുന്നത്. 5-ാം അധ്യായത്തിൽ സെമിത്തേരുടെ അധ്യായം വന്ന ആദാം മരിച്ചു, ശേത്ത് മരിച്ചു, ഏനോശ് മരിച്ചു, ഗേനാൻ മരിച്ചു, മകലേൽ മരിച്ചു, യാരദ് മരിച്ചു. അവിടെ മരിക്കാത്തൊരുത്തനുണ്ട്. 6-ാം അധ്യായത്തിൽ ജനത്തിന്റെ പാവവും നോഹയ്ക്ക് കൃപ ലഭിച്ചു. 7-ാം അധ്യായത്തിൽ പെട്ടകം ഉണ്ടാക്കുന്ന നിർദ്ദേശം 8 പെട്ടകം ഉണ്ടാക്കി. വെള്ളപ്പൊക്കമെല്ലാം നടക്കുന്നു. 9-ൽ നോഹയും കുടുംബവും താഴെ ഇറങ്ങി. 10-ാം അധ്യായത്തിൽ പാരമ്പര്യത്തെ പരാമർശിക്കുന്നു. 11-ാം അധ്യായം നിമ്രോദിനോടുള്ള ബന്ധത്തിൽ. 12-ാം അധ്യായം അബ്രഹാമിന്റെ വിളി. 13-ാം അധ്യായം മിസ്രയീമിൽ ചെന്നത്. 14-ാം അധ്യായം യുദ്ധം. 15-ാം അധ്യായം അബ്രഹാമും ദൈവവുമായി ഏകപക്ഷീയമായ ഉടമ്പടി. 16-ാം അധ്യായത്തിൽ ഹാഗാറിനോടുള്ള ബന്ധത്തിൽ. 17-ാം അധ്യായത്തിൽ പരിച്ഛേദനയുടെ വിഷയം. 18-ാം അധ്യായത്തിൽ മമ്മറയുടെ തോപ്പ്. 19-ാം അധ്യായത്തിൽ സോദോം തെങ്ങനെ. 20-ാം അധ്യായത്തിൽ ഷൂറിൽ വന്നത്. 21-ാം അധ്യായത്തിൽ ഹാഗറിന്റെ ഓടിപ്പോക്ക്. 22-ാം അധ്യായത്തിൽ അവിടെ യാഗം നടക്കുന്നതായിട്ട് കാണുന്നു. 21-ാം അധ്യായത്തിൽ സാറയുടെ മരണം. 24-ാം അധ്യായത്തിൽ ഇസഹാക്കിന്റെ വിവാഹം. 25-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ മറ്റ് സ്ത്രീകളെ പറ്റി, അവരുടെ തലമുറകളെ പറ്റിയുള്ള പാരമ്പര്യം. 27-ാം അധ്യായത്തിൽ ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ ഭക്ഷണവും അതിന്റെ ക്രമീകരണം. 28-ാം അധ്യായത്തിൽ യാക്കോബിന്റെ ഓടിപ്പോക്ക്. 29-ാമത്തെ 16-ാം എത്തുന്നത്. 30-ാം അധ്യായത്തിൽ വിവാഹവും പിള്ളേരും ഒക്കെ ജനിക്കുന്ന വിഷയം. 31-ാം അധ്യായത്തിൽ ലാബാന്റെ ഭവനത്തോടുള്ള ബന്ധത്തിൽ. 32-ൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. 33-ൽ ഇവര് സുക്കോത്തിലോട്ട് വരുന്നു. 34-ാം അധ്യായത്തിൽ പാപം ചെയ്ത ശിമയോന്റെ വിഷയങ്ങൾ. 35-ാം അധ്യായത്തിൽ 35-ാം അധ്യായത്തിൽ യാക്കോബ് പദ്ദൻഅരാമിലെ ബഥേലിലേക്ക് പോകുന്നു. 36-ാം അധ്യായം ഏശാവ്. അങ്ങനല്ലയോ? നിങ്ങളുടെ ഇരിപ്പുണ്ട്. അങ്ങനാന്നേ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനല്ല. എങ്ങനെയാന്നേലും 1 മണിയാകുമ്പോൾ യോഗം ആയിക്കോട്ടെ. അപ്പോൾ 35-ാം അധ്യായത്തിൽ ബഥേലിലേക്ക് പോകുന്നു. 36-ാം അധ്യായം ഏശാവിന്റെ പാരമ്പര്യമാണ്. 37-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ ഒറ്റ വാക്കി പറഞ്ഞാൽ യോസേപ്പിന്റെ ചരിത്രങ്ങളാണ്. ഈ യോസേപ്പിന്റെ ചരിത്രങ്ങൾ പറഞ്ഞു വരുന്നതിന് ഇടയ്ക്ക് 38-ാം അധ്യായത്തിൽ യഹൂദയുടെ വിഷയം കയറി വരിക. ആ ഉൽപ്പത്തി 38 പഠിക്കുമ്പോൾ അക്കാലത്ത് യഹൂദ സഹോദരന്മാരെ വിട്ടുപോയ നാം 38-ന്റെ പ്രാരംഭവാക്യം വായിച്ചേ. മൈക്കൂടെ അത് ഓൺ ചെയ്യും.
അക്കാലത്തെ യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് ഹീര എന്നു പേരുള്ള ഒരു അദുല്യാമിന്റെ അടുക്കൽ. അപ്പൊ ശ്രദ്ധിക്കുക, അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് ഹീരാം എന്ന് പേരുള്ള ഈ അദുല്യാമിന്റെ അടുക്കൽ ചെന്ന് ശൂബ എന്ന് പേരുള്ള ഒരു തന്റെ മോളെ വിവാഹം കഴിച്ചു. 3 പിള്ളേര് ജനിച്ചു, ഏർ, ഒനാൻ, ശേല. ഏർ പ്രായമായപ്പോൾ തിമ്മിനക്കാരി പെൺകുട്ടി താമാറിനെ വിവാഹം ചെയ്തു. അവൻ മരിച്ചപ്പോൾ ദേവരധർമ്മം അനുസരിച്ച് അനിയൻ ഒനാൻ കെട്ടി, അവനും മരിച്ചു പോയി. പിന്നെ ശേലായ, അവന് പ്രായമായില്ല. അപ്പോൾ അമ്മായിയപ്പനാകുന്ന യഹൂദ മരുമകളാകുന്ന താമാറോട് പറഞ്ഞു, ഏർ മരിച്ചു, ഒനാൻ മരിച്ചു, ഇനി ശേലായ, അവന് പ്രായമായി, അതുകൊണ്ട് അവൻ പ്രായമാകുമ്പോൾ അവനെയും നിനക്ക് ഭർത്താവായിട്ട് തരാമെന്ന് മരുമകളുമായിട്ട് ഉടമ്പടി ചെയ്തതിന്റെ വെളിച്ചത്തിൽ മരുമകളാകുന്ന താമാറിനോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി പാർക്കണം, അവൻ പ്രാപ്തിയാകുമ്പോൾ നിനക്ക് ഭർത്താവായിട്ട് തരാം. അങ്ങനെ അമ്മായിയപ്പന്റെ ഉടമ്പടി വിശ്വസിച്ച് താമാർ വീട്ടിൽ പോയി വൈദിക വസ്ത്രമൊക്കെ ധരിച്ച് ജീവിച്ചു. ഉൽപ്പത്തി 38:14 വായിക്കുമ്പോൾ ശേല പ്രാപ്തിയായിട്ട് തന്നെ ഭർത്താവായിട്ട് കൊടുത്തില്ല എന്ന് കണ്ടപ്പോൾ അവൾ വൈദവി വസ്ത്രമൊക്കെ മാറ്റിവെച്ച് തിമ്മിനയ്ക്ക് പോകുന്ന വഴിയരികെ എനയും പട്ടണത്തിന്റെ ഗോപുരത്തിന്റെ വാതിക്കലിരുന്നു. യഹൂദ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ചടങ്ങിന് ആൾക്കാരുമായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മരുമകളാകുന്ന ഈ താമാർ വൈദവി വസ്ത്രം മാറ്റി അന്യസ്ത്രീയുടെ ഭാവം നടിച്ച് വഴിയേരികയിരുന്നു. ഒറ്റവാക്കി പറഞ്ഞാൽ യഹൂദ ആ മരുമകളുമായി കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ട് അപ്പോൾ ആട്ടിൻകുട്ടിയെ ചോദിച്ചു. ആട്ടിൻകുട്ടിയെ അന്നേരം കൊടുക്കുവാൻ വകയില്ലാത്തത് കൊണ്ട് അവൾ ചോദിച്ചു, പണയമായിട്ട് എന്തെങ്കിലും സാധനം തരാൻ പറഞ്ഞു. അപ്പോൾ ഒരു മോതിരച്ചരട്, മുദ്രമോതിരം, വടി, ഇത് 3 പണയം കൊടുത്തു. പണയം കൊടുത്ത കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടു. പിന്നത്തേതിൽ യഹൂദ തന്റെ ബാല്യക്കാരന്റെ കയ്യിൽ ചോദിച്ച് ആടിനെ കൊടുത്തു വിട്ടപ്പോൾ അവിടെ അങ്ങനത്തെ സ്ത്രീയുമില്ല, ആളുമില്ല. അപ്പോൾ യഹൂദ പറഞ്ഞു, അവൾ പറഞ്ഞത് കൊടുത്തു വിട്ട് അവളെ കാണുന്നില്ല, കുഴപ്പമില്ല, ഇനിയിപ്പോൾ നാണക്കേടാ, ആര് പറയണ്ട, ആടിനെ ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. നാളുകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളാകുന്ന താമാർ ഗർഭവതിയായി 3 മാസമായി, അറിവ് മുഴുവൻ പരന്നു. അപ്പോൾ ഈ സ്ത്രീയെ പിടിച്ച് എല്ലാവരുടെ ക്വസ്റ്റ്യൻ ചെയ്തു. അന്ന് അധ്യക്ഷനായിട്ട് യഹൂദ ഇരിക്കുക. പുള്ളി കണ്ടമാനം സ്തോത്രം പറയുന്ന ആളാണ്. പുള്ളി തുടക്കം മുതൽ തീരുന്നവരെ സ്തോത്രം, വിക്ടറി, കാൽവറി, ഗ്ലോറി, ജീസസ് എന്ന് പറഞ്ഞിരിക്കുക. ഇപ്പം ഈ ലംഘനത്തിലകപ്പെട്ടത്. ഒടുവിൽ താമാറിനെ കൊണ്ടുവന്ന് ന്യായാധിപന്മാരുടെ മുമ്പ് നിർത്തി വിസ്തരിച്ചപ്പോൾ അവളോട് ചോദിച്ചു, നീ പാപം ചെയ്തു, കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടു, നീ ഗർഭവതിയാണെന്ന് കേൾക്കുന്നു, അതും ശരിയാ. അപ്പൊ ചോദിച്ചു, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ പോവുക. അപ്പോൾ അവൾ പറഞ്ഞു, കല്ലെറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ അതിന് അർഹതപ്പെട്ടവളാ, പക്ഷേ ഇതിന്റെ ഉടമസ്ഥനാണ് ഞാനുമായിട്ട് ആ വിധത്തിൽ ഇടപെട്ടയാള്. അപ്പോൾ യഹൂദ ഞെട്ടിപ്പോയി, ഭയപ്പെട്ട് യഹൂദ പറഞ്ഞിട്ട് പദമുണ്ട്, അവൾ എന്നിലും നീതിയുള്ളവൾ, എന്നിലും നീതിയുള്ളവൾ. ചുരുക്കി പറഞ്ഞാൽ താഴോട്ടുള്ള വേദഭാഗം പഠിക്കുമ്പോൾ വചനം വായിക്കുന്നവർക്കറിയാം, ഈ മരുമകളാകുന്ന താമാർ ഗർഭവതിയായി 2 പിള്ളേരെ പ്രസവിച്ചു. ദൈവത്തിന് മഹത്വം. അമ്മോന്യർക്കും മോബാബർക്കും പിതാക്കന്മാരായിട്ട് 2 കുഞ്ഞുങ്ങൾ. അങ്ങനെ ഈ പിള്ളേര് വ്യവസ്ഥ പ്രകാരം ജനിച്ചതല്ല, കൗലടയ സന്തതികളാണ്. അപ്പോൾ കൗലടയ സന്തതി യഹൂദാ ഗോത്രത്തിൽ വന്നതുകൊണ്ട് ഒരു രാജാവ് അവിടെ നിന്ന് വരാൻ ഒക്കത്തില്ല, വിലക്കിട്ടിരിക്കുക. പഴയ കണക്ക് പറയുന്നത് ഒരു തലമുറ 33 കൊല്ലമെന്നാണ്. അപ്പോൾ 10 തലമുറയാണ് അതിൻ്റെ കണക്ക് വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. ഒരു തലമുറ 33 കൊല്ലമാകുമ്പോൾ 10 തലമുറ 10 × 33, പെട്ടെന്ന് ആൻസർ പറയണം, 10 × 33, ഉറക്കെ പറ 330. അപ്പോൾ 330 വർഷം ഈ ഗോത്രത്തിന് വിലക്കിട്ടിരിക്കുക. ഈ 330 തികഞ്ഞെങ്കിലേ ഇതിൽ നിന്ന് ഒരാൾ രാജാവായിട്ട് വരാൻ പറ്റൂ. അതുകൊണ്ട് ആ ശൗല് 2 വർഷമേ കൃപയിൽ നിന്നുള്ളൂ എങ്കിലും പിന്നെ ഒരു 38 കൊടുത്ത് 40 തികച്ചത് ഇവിടുത്തെ ഇടപാട് തീരാൻ വേണ്ടിയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ കണക്കെല്ലാം ഉണ്ട്, വേറെ പുസ്തകം നന്നായിട്ട് വായിച്ചാൽ കണക്കെല്ലാം തരാം. പിന്നെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് കണക്കാ, അതുകൊണ്ട് പിന്നെ അപ്പൊ അങ്ങനെ ദൈവം 40 അങ്ങ് തികച്ചു. പിന്നത്തെ ഇതിൽ യഹൂദാ ഗോത്ര ശൗലിനെ നീക്കിയതിന് ശേഷം ദൈവം ദാവീദിനെ ബോധിച്ച പുരുഷനായി തിരഞ്ഞെടുത്തു. അങ്ങനെ ഈ ഗോത്രത്തിന് രാജപദവി പിന്നത്തേത് കിട്ടിയത്. ഇനി ഞാൻ ഓടിച്ച് അങ്ങ് മുൻപോട്ട് പോകാം. ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് വചനം ഗ്രഹിക്കുന്നവരും ആസ്വദിക്കുന്നവരും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് പോകുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. അത് ഞാനും സന്തോഷിച്ച ദൈവവചനം ധ്യാനിക്കുന്നത്, കാരണം ഇത് എനിക്കും വിടുതലാണ്. സ്തോത്രം. ഇത് അണ്ണാക്കിന് മധുരമാണ്, ഇത് ശരീരത്തിന് വലിയ ഉന്മേഷം ഉണ്ടാക്കുന്നതാണ് തിരുവചനം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക. അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ഇസ്രായേൽ ചരിത്രമാണ്.
അവിടെ ഇവര് യോസെഫിന്റെ കാലത്താണ് മിസ്രയീമിലെത്തിയത്. യോസെഫിന്റെ കാലത്ത് ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, 70 പേരാണ് വന്നത്. ഇവര് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഗോഷ്യൻ ദേശം അവകാശമായിട്ട് കൊടുത്തു. ഇവര് മിസ്രയീമർക്ക് ഇടയന്മാര് ഇടയന്മാരാന്ന് പറയിപ്പിച്ചല്ലോ. അപ്പൊ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഗോഷ്യൻ ദേശം അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. അത് യോസെഫ് നല്ല ദീർഘവീക്ഷണത്തോടാണ് ഇത് ചെയ്തത്. ഈ ഇടയന്മാരാന്ന് പറയുമ്പോൾ ഇവർ മിസ്രയീമർക്ക് വെറുപ്പാണ്. അപ്പൊ പിന്നെ ഇവരുമായിട്ട് വലിയ സഹകരണത്തിന് പോകത്തില്ല. അപ്പൊ യോസെഫ് കൂർമ്മബുദ്ധിക്കാരനായതുകൊണ്ട് യോസെഫിനെ ഇത് പറയിപ്പിച്ചില്ലെങ്കിൽ ഈ ചേട്ടായിമാരും ചേട്ടത്തിമാരും എല്ലാം കൂടെ വന്ന് മിസ്രയീമരുമായിട്ട് ഇടപെട്ട്, കാരണം ഇവര് പട്ടിണി കൊണ്ട് പരുവം തെല്ലിയായി ഇങ്ങോട്ട് വരുന്നത്. കാരണം ലോകം മുഴുവൻ ക്ഷാമമാണ്, ഉലകം മുഴുവൻ ക്ഷാമമാണെന്ന്. കനാനിൽ ക്ഷാമം വന്ന്, മിസ്രയീമിൽ ക്ഷാമം വന്ന്, ഭൂലോകം മുഴുവൻ ക്ഷാമം. ഈ ക്ഷാമത്തിന്റെ നടുവിൽ ഇവര് പട്ടിണി കൊണ്ട് പരുവം തട്ടിയായി ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ വന്ന് ഇവിടുത്തെ ഈ സമൃദ്ധിയും ഈ മിസ്രയീമിലെ ബിൽഡിങ്ങും ഇവിടുത്തെ ആ പണിയും ഇവിടുത്തെ ബിസിനസ്സും ഇവിടുത്തെ ഇതെല്ലാം കാണുമ്പോൾ ഇവര് പ്രമാണം വിടും. പണ്ട് കുചേലവൃത്തത്തിൽ ഒരു ഭാഗമുണ്ട്, നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം നിങ്ങൾ പഠിച്ചതാണോ? അത് മതി, ഒത്തിരി പഠിച്ചാലും കുഴപ്പമാന്ന സഭാപ്രസംഗം എഴുതിയേക്കുന്നത്. അപ്പൊ ഈ കുചേലവൃത്തത്തിനകത്തെ സ്കൂളിൽ പഠിച്ചപ്പം എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പം ഇവര് ഈ കൂട്ടുകാരാണല്ല, സതീർത്ഥ്യരാ. അപ്പൊ കുചേലൻ ഒരു വിപ്രൻ, ദരിദ്ര വിപ്രൻ, പട്ടിണിയും പരിതാപവുമാണ്. അപ്പം കൂട്ടുകാരനെ കാണാൻ പോവുക. നിങ്ങൾ സ്കൂളിൽ പഠിച്ചതാണ്. നല്ല ടീച്ചർമാർ നന്നായിട്ട് അവതരിപ്പിച്ച് ചൊല്ലി പഠിപ്പിച്ചത് കൊണ്ട് ഇപ്പോഴും നല്ല സ്മൃതിപഥത്തിലുണ്ട്. ആ സഹോദരി നല്ലൊരു സഹോദരിയാണ്. രാത്രി പോയി ഭിക്ഷ ചോദിച്ച് നെല്ല് മേടിച്ചു. അത് രാത്രി തന്നെ ഇടിച്ച് അവലാക്കി ആ പൃഥകം ഒരു തുണിയിൽ. എന്ത് നല്ല സഹോദരിയാ. കഥയാന്നേലും അവല് കൊടുത്താൽ പോലും നനച്ചു തരിക. ഇന്ന് അവല് തിന്നണ്ട, രാത്രി അവല് തിന്നാൻ. അവരാ നെല്ലും കല്ലും കൂടെ ആയിരുന്നു, അതെല്ലാം ക്രമപ്പെടുത്തി. അപ്പൊ ഇത് ഈ പൃഥകം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് സതീർത്ഥിനെ കാണാൻ പുള്ളി പോവുക. അങ്ങനെ വന്ന് ഇങ്ങനെല്ലാം വന്ന് ഈ കൃഷ്ണൻ ആർക്കുന്നിടത്ത് വന്നപ്പോ പട്ടണമെല്ലാം കണ്ട് പുള്ളി അന്തം പെട്ടെന്ന രാമപുരത്ത് വാര്യർ എഴുതി വെച്ചിരിക്കുന്നു. പ്രയോഗം ഇങ്ങനെ: പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പോയി. നിങ്ങൾ പഠിച്ചല്ലേ? ഇതൊക്കെ ചൊല്ലിയ ബന്ധനമായിരിക്കും അല്ലേ? പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പോയി. പട്ടിണി കൊണ്ട് പരുവം കെട്ട് വന്നതാ. ഈ പട്ടണം കണ്ടപ്പോ പുള്ളിയുടെ എന്ന് പറഞ്ഞതുപോലെ ഈ രൂബേനും ശിമയോനും യഹൂദയും ലേവി ഇവരെല്ലാം പട്ടിണി കൊണ്ട് പരുവം കെട്ടായി മിസ്രയീമിലോട്ട് വരുന്നത്. ഇവരുടെ പിള്ളേരും ഭാര്യമാരുമല്ല. അപ്പൊ ഇവിടെ വന്ന് മിസ്രയീമിലെ സമൃദ്ധി, ഇവിടുത്തെ ബിസിനസ്സും ഇവിടുത്തെ രീതിയും റോഡും അതിന്റെ കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ ഇവന്മാര് പ്രമാണം വിടും. ഇത് യോസേഫിന് നല്ലതുപോലെ അറിയാം. നമ്മുടെ ചില ആൾക്കാർ, എല്ലാവരും ഞാൻ പറയത്തില്ല, ചില ആൾക്കാര് ഇവിടുന്ന് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാവരുടെയും കാര്യമല്ല, അതെല്ലാം കൂടെ കണ്ടപ്പം എല്ലാവരും ആണെന്ന് ഞാൻ പറയത്തില്ല. എല്ലാ കാലയളവിലും എല്ലാ ഇടങ്ങളിലും ഒരു ശേഷിപ്പുണ്ട്. എന്നാൽ സിംഹഭാഗം ആൾക്കാരും ഇത് കാണുമ്പോ ഇതെല്ലാം കണ്ടു കഴിയുമ്പോ പഴയതെല്ലാം മറക്കുക. ഞാനൊരു കാര്യം പറയാം, അമേരിക്കയിലാന്നേലും പേർഷ്യയിലാന്നേലും യൂറോപ്യൻ രാജ്യങ്ങളിലാന്നേലും ഏത് രാജ്യമാന്നേലും ബൈബിൾ ഇത് തന്നെ ആന്നല്ലോ. ബൈബിളിന് വ്യത്യാസമൊന്നുമില്ല. ഈ മൺമറഞ്ഞ ഹാബേൽ ജി വർഗീസ്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയാം. കണ്ടിട്ടുണ്ടോ ഹാബേൽ ജി വർഗീസ്? അദ്ദേഹം ഈ പെന്തിക്കോസിന്റെ ചരിത്രം എഴുതിയിട്ടുള്ളവർക്ക് അറിയാം.
ആ ചരിത്ര പുസ്തകത്തിൽ വളരെ എടുന്നു നിൽക്കുന്ന ഒരാളാണ് തൂവയൂര് കീവർഗീച്ചൻ. തൂവര കീവർഗീച്ചൻ എന്ന സാധാരണ പറയുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് ഹാബേൽ ജി വർഗീസ്. ബർണവാസ്, ബെഞ്ചമിൻ ചാന്, ഹാബേൽ വർഗീസ്, കാലേബ്, ഒരു പെങ്ങളുണ്ടായിരുന്നു റാഗേൽ കൊച്ചമ്മ. അവരുടെ വീട്ടുപേര് ദാനെന്ന് കുഴിയുന്ന. അപ്പൊ ഈ തൂവരയൊക്കെ കീവർഗീച്ചന്റെ മകന് ഹാബേൽ ജി വർഗീസ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാ, ഉന്നതനായ മനുഷ്യനാ ആത്മീക ലോകത്ത്. എനിക്കൊന്ന് 40കളിലൊക്കെ അമേരിക്കയിലൊക്കെ പോയി പഠിക്കുകയൊക്കെ ചെയ്ത ആളാ അദ്ദേഹം. എൻ്റെ ഭാഷയെ പറഞ്ഞ എല്ലാ കൾച്ചറും നന്നായിട്ട് അറിയാവുന്നയാളാണ്. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ച് പഠിപ്പിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞാൻ കടമെടുത്ത് ഒന്നുകൂടെ പറയുക. പെന്തക്കോസ്തുകാരുടെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരള പെന്തക്കോസ്ത് കൾച്ചറാണ് നമ്പർ 1. പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. നീ സ്തോത്രം, ശ്രേഷ്ഠമായത് നമുക്കത് അത്ര മനസ്സിലാകുന്നില്ല ചിലർക്ക്. ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പൊ യോസേപ്പ് ദീർഘവീക്ഷണമുള്ള ആളായതുകൊണ്ട് യോസേപ്പിന് അറിയാം, ഇവർ ഈ പട്ടിണിയും പരിവട്ടമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ ഇവന്മാര് പ്രമാണം വിടും. പ്രമാണം വിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല കാര്യങ്ങളിൽ ഇടപെട്ട് ഒരു 19 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ മിസ്രയീമിൽ ഏതാ ഇസ്രയേൽ ഏതാന്ന് കണ്ടാൽ തിരിച്ചറിയല. ഇപ്പൊ ചില പെന്തിക്കോസുകാരെ അറിയത്തില്ലല്ലോ. ഞായറാഴ്ച വരുമ്പോഴാ അയ്യോടി പുള്ളിയും പെന്തിക്കോസിലായിരുന്നു. പിന്നെ ഞാൻ സൺഡേ വന്നപ്പോഴാണ് മനസ്സിലായത് പുള്ളി പെന്തിക്കോസിലാന്ന്. മൺഡേ പിടി കിട്ടിയില്ല. സൺഡേയിലെ പെന്തിക്കോസുകാരൻ മൺഡേയിലും പെന്തിക്കോസുകാരനായിരിക്കണം. ഞായറാഴ്ച ഇതിനകത്ത് കയറുമ്പോൾ ഒരു 3 മണിക്കൂർ പെന്തിക്കോസ്, അതാ ബാക്കി 21 മണിക്കൂർ നീ പെന്തിക്കോസ് ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സഭാഗോളിൽ കയറുമ്പോൾ മാത്രമല്ല പെന്തിക്കോസ്, ടൗണിൽ ചെല്ലുമ്പോഴും പെന്തിക്കോസാ, ബിസിനസ് നടത്തുന്നിടത്തും പെന്തിക്കോസാ, സ്കൂളിലും കോളേജിലും പോകുമ്പോഴും പെന്തിക്കോസാ. ദൈവത്തിന് മഹത്വം. അപ്പൊ യോസേപ്പ് ദീർഘവീക്ഷണമുള്ള ആളായതുകൊണ്ട് ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു ഇടയന്മാരാന്ന് പറയണം. അപ്പൊ യോസേപ്പ് അറിയാം ഇടയന്മാരാന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ തൃപ്തി വരികയില്ല. ഇടയന്മാർ മിസ്രയീമ്യർക്ക് വരപ്പോ ഒന്നിച്ച് ഭക്ഷണം പോലും കഴിക്കുകയില്ല. അപ്പൊ ഇത് പറഞ്ഞത് കൊണ്ട് ഇവർക്ക് സെപ്പറേറ്റ് സ്ഥലം കൊടുത്തു, ഗോശേൻ ദേശം. അങ്ങോട്ട് പോക്കോളാൻ പറഞ്ഞു. കാരണം ഇവരെപ്പോഴും സ്പെഷ്യൽ കേസാണ്, ഒരു പ്രത്യേക ജനമാണ്. ഏത് രാജ്യത്ത് പോയാലും വേർപാട് പാലിച്ച് നിന്നോണം. അതുകൊണ്ട് ആ താഴത്തെ മിശ്രയും മേലത്തെ മിശ്രയും എന്നുള്ള പ്രയോഗം വന്നത്. അത് ആ ബാധ അവിടെ ഏറ്റത് ഇവിടെ ഏക്കാതിരുന്നത്. ആട്ടെ, ഇവര് വേർപാട് പാലിക്കണം. ദൈവമക്കൾ എവിടെ ചെന്നാലും വേർപാട് പാലിക്കണം. സ്തോത്രം. ആളും ഹാളും ഓളവും ഒന്നുമല്ല ദൈവത്തിന്റെ വിഷയം. നീ വേർപാട് പാലിക്കുന്നുണ്ടെന്നുള്ളത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഇവര് മിസ്രയീമിൽ വന്ന് പാർത്തു. അപ്പൊ യോസേപ്പിന്റെ കാലത്തായി ഇവര് മിസ്രയീമിൽ എത്തിയത്. എത്താനുള്ളതിന്റെ കാരണം നിങ്ങൾക്കറിയാം. ഈ ഒരിക്കലെ യാക്കോബ് യോസേപ്പിനോട് പറഞ്ഞു, ജ്യേഷ്ഠന്മാരെല്ലാം ആടുകളെ തീറ്റാൻ പോയി, വിവരം അറിയുന്നില്ല. അപ്പനൊരു ചെറിയ വെപ്രാളം, യാക്കോബിന് വെപ്രാളം. ഇന്നത്തെ പോലെ മൊബൈലും ഒന്നുമില്ലല്ലോ, അന്വേഷിക്കാൻ ഒരു മാർഗവുമില്ല. അപ്പൊ ജ്യേഷ്ഠന്മാരെ ആടുകളെ തീറ്റാൻ പോയി, വിവരം അറിയുന്നില്ല. അപ്പന് വെപ്രാളം. അപ്പൊ അപ്പൻ യോസേപ്പിനെ വിളിച്ചു പറഞ്ഞു, മോനെ, ചേട്ടായിമാരല്ല ആടുകളെ തീറ്റാൻ പോയി, വിവരം അറിയുന്നില്ല, ഒരു വിവരവും ഇല്ല, അതുകൊണ്ട് നീ അവരെ പോയി അന്വേഷിച്ചു വരണം. ഈ യാക്കോബിന് ഈ വെപ്രാളം ഉണ്ടാകാൻ കാരണം, ഈ ചേട്ടന്മാര് ആടുകളെ തീറ്റാൻ പോയത് എവിടാ? ജ്യേഷ്ഠന്മാര് ആടുകളെ തീറ്റാൻ പോയത് എവിടാ?
എവിടെയെങ്കിലും പോയി തീറ്റത് ഞങ്ങൾക്ക് എന്നാന്നായിരിക്കും. പറ, ഉറക്കെ പറ, ഉറക്കെ പറ. ഗോശേൻ ദേശത്തായി ഇവര്. അവിടെ ശേഖേമിൽ, നിങ്ങളാണ്ട് ആ 37-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം ഒന്ന് ഓടിച്ചു വായിച്ചേ. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കാനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, യോസെഫിന് 17 വയസ്സായപ്പോൾ എന്നെ നോക്കുന്നതിന് അവൻ തന്റെ സഹോദരന്മാരോട് കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽപ്പായുടെയും പുത്രന്മാരോട് കൂടിയിരുന്ന അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസെഫ് അപ്പനോട് വന്ന് പറഞ്ഞു. യോസെഫ് വാർദ്ധക്യത്തിൽ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച ഒരു നീലയങ്കി അവനെ ഉണ്ടാക്കിച്ചു കൊടുത്തു. നീലയായിരിക്കാൻ സാധ്യതയുണ്ട്, എനിക്ക് അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. വായിച്ചു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ. ഈ ഭാഗം താനോട്ട് പഠിച്ചു വരുമ്പോൾ അപ്പൻ ഏറ്റവും ഇഷ്ടപുത്രനായതുകൊണ്ട് ഒരു നിലയെങ്കിൽ ഉണ്ടാക്കി യോസേഫിന്. ഈ ഒരു കാര്യം പറയാൻ, ഈ പിള്ളേരെ നമുക്ക് ദൈവം തന്നതാ, 2, 3, 4. ഇപ്പൊ പിന്നെ എല്ലാം അണുകുടുംബമാ. ക്രിസ്ത്യാനികളാണെന്നല്ലോ, കഷ്ടപ്പെടാൻ കഴിയത്തില്ല. അതാ പിള്ളേരെ ബന്ധപ്പെട്ട് വളർത്തണ്ടേ, അതാണ് കുടുംബം. എന്നാൽ വേറെ ചില ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാനിപ്പോ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മക്കൾ യഹോവ തരുന്ന അവകാശമാണ്. ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. ഞാൻ അണുകുടുംബത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്. ദൈവം നമുക്ക് തരുന്ന മക്കളുടെ ഇടയിൽ വേർകൃത്യം പാടില്ല. മാതാപിതാക്കളോടാ പറയുന്നത്. കഴിവുള്ളവൻ കാണും, കഴിവില്ലാത്തവൻ കാണും, കറുത്തവൻ കാണും, വെളുത്തവൻ കാണും, കാശുള്ളവൻ കാണും, കാശില്ലാത്തവൻ കാണും. മാതാപിതാക്കൾ വേർകൃത്യം കാണിക്കരുത്. കാണിച്ച പ്രശ്നം ഉണ്ടാകും. ഈ നിലയെങ്കി ഉണ്ടാക്കി കൊടുത്തപ്പോ എല്ലാവർക്കും കൊടുക്കണ്ടേ? വേണ്ടേ? യോസേഫിന് മാത്രം. അതല്ലേ പ്രശ്നമായത്, കുടുംബത്തിൽ ചിത്തിരിപ്പ്. പിള്ളേരുടെ ഇടയിൽ ചിത്തിരിപ്പ് ഉണ്ടാക്കരുത്. സ്തോത്രം. ഉദാഹരണം, 4 മണി വിട്ട് അവൻ വന്നപ്പോ, അല്ല ഉദാഹരണമാ, നാട്ടിലെ രീതി വെച്ചാ ഒരു പേരയ്ക്ക അവന്റെ കയ്യിൽ ഇരിക്കുന്നു. എവിടെ നിന്നാണ് ആ പേരയ്ക്ക? അത് ഇന്നടുത്ത് നിന്ന് കിട്ടി, ഇനി ആള് തന്നു. 3 മക്കൾ വേറെ ഉണ്ടെങ്കിൽ ആ പേരയ്ക്ക 4ആയിട്ട് പൊളക്കണം. ഇതകത്ത് ചെറുപ്പത്തിലേ കയറ്റി കൊടുക്കണം. അവൻ പ്രായമാകുമ്പോ ഇതകത്ത് കിടക്കും. എൻ്റെ അമ്മ അങ്ങനെയാ ചെയ്തെന്ന്. ഇത് ചില അമ്മമാരാ, എന്തോടാ കഴിക്കുന്നത്? പേരയ്ക്ക എത്രണ്ണോ? 1 ഉള്ളൂ, പെട്ടെന്ന് കഴിച്ചോ, മറ്റോ വരുന്നതിന് പിന്നെ കഴിക്കും. മനസ്സിലായോ? അപ്പൊ ഇവന് പേരയ്ക്ക കിട്ടി, അവൻ ആർക്കും കൊടുക്കാതെ കഴിച്ചു. പിറ്റേന്ന് മറ്റവൻ്റെ ആപ്പിൾ ആയിരിക്കും കിട്ടുന്നത്, അവനും അത് തന്നെ കഴിക്കും. പ്രശ്നമുണ്ടാകും. അത് വളർന്ന് വളർന്ന് വലുതാകും. അതല്ലേ വസ്തുവിന് അടി ഉണ്ടാക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? പെന്തിക്കോസുകാർക്കാ കൂടുതൽ അടി. ആത്മാവിലായിച്ച അടിക്കുന്നേ, കാരണം ഒരു ബലം വേണ്ടായോ? വസ്തുവിന് അതിര് തർക്കം, അടിയാന്ന്. എന്നിട്ട് ഞായറാഴ്ച ഹോളി വന്നിരുന്ന് പാടുക, എന്റെ ദേശം ഇവിടെയല്ല. ആര് പറഞ്ഞു ഇവിടെ അല്ലെന്ന്? കുഞ്ഞുങ്ങളുടെ അകത്ത് ചിത്രിപ്പിന്റെ വിത്ത് ഇടരുത്. സ്തോത്രം. കൊച്ചു പെമ്പിള്ളേർ, ഞാൻ എപ്പോഴും പറയാം, കൊച്ചു പെമ്പിള്ളേരുണ്ട്, രാവിലെ ചായ ഇട്ട ഉടനെ പെമ്പിള്ളേർ, എടി അപ്പച്ചനോട് ചായ കൊടുക്കാൻ പറയണം. ശീലിപ്പിക്കണം. അല്ലാതെ അമ്മയും മക്കളെ അടുക്കള ഇരുന്ന് കുടിച്ചേച്ച് അപ്പച്ചന് കൊടുത്താ, അപ്പച്ചന് കൊടുത്താ, ഇനി ഒരു 8-8 പിന്നെ എങ്ങനെ വിട്ട് കൊടുക്കാം. ഇവള് വളർന്ന് വന്നാ ഇവള് സ്വന്തം ഭർത്താവിന് പോലും കൊടുക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? കൊച്ചു പെമ്പിള്ളേരുടെ കൈ കൊടുത്തു, എടി പെട്ടെന്ന് അമ്മച്ചിക്ക് അപ്പച്ചനും ചായ കൊണ്ട് കൊടുക്കാൻ പറയണം. ഒരു ദിവസം നിങ്ങൾ ക്ഷീണിതരായിട്ടിരുന്നാൽ അവര് പെട്ടെന്ന് അത് ചെയ്യും. അല്ലേ? നിങ്ങൾക്കും കിട്ടും.
സ്തോത്രം. ഇങ്ങനെയുള്ള മെസ്സേജ് ഒന്നും താല്പര്യമല്ലെന്ന് തോന്നില്ലയോ? മുഖത്തൊരു തെളിച്ചമൊന്നും കാണുന്നില്ല. അതോ നിങ്ങൾ കുരുക്കൊപ്പിച്ചേച്ച് വന്നിരിക്കുകയാണോ? വയനാടായതുകൊണ്ടാണോ? കുഞ്ഞുങ്ങളുടെ അകത്ത് ചിത്തിരിപ്പിട്ട് കൊടുക്കരുത്. സ്തോത്രം. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. സ്തോത്രം. അപ്പൊ ഈ ഒരു നിലയെങ്കി ഉണ്ട്. അപ്പൻ മകന് കൊടുത്തു. ജ്യേഷ്ഠന്മാർക്കെല്ലാം വിദ്വേഷമായി. ഈ അപ്പൻ ഇത് ഇനി വേറെ കാരണം, അപ്പൻ ഇത് കൊടുക്കാനുള്ളതിന്റെ വേറൊരു കാരണം, ഈ 12 പിള്ളേരുടെ ഇടയിലും അപ്പന്റെ ഇടയ്ക്ക് ന്യൂസ് കൊണ്ട് കൊടുക്കുന്നത് ആരാ? ജോസഫ് ന്യൂസ് ഏജൻസിയാ. ചില അപ്പന്മാർക്ക് ഇത് ഇഷ്ടമാ. ചിലടത്ത് നിങ്ങൾ ശ്രദ്ധിച്ച ഇപ്പൊ അസംബ്ലീസ് കോഡ് ആയതുകൊണ്ട് അങ്ങനെ പറയാം. ചർച്ച കോഡാന്ന് ഓവർസിയർ എന്നേ പറയുള്ളൂ. IPC ആന്ന് പ്രസിഡന്റ് എന്ന് ഞാൻ ഇതിപ്പോ അസംബ്ലീസ് കോഡ് ആയതുകൊണ്ട് ചിലയിടങ്ങളിൽ ചിലർ, എല്ലാവരുടെയും കാര്യമല്ല, ചില സൂപ്രണ്ടന്മാർക്കും പ്രസ്ബിറ്റർമാർക്കും IPC ആന്ന് സെൻട്രൽ പാസ്റ്റർമാർക്കും ചർച്ച കോഡാന്ന് ഓവർസിയർമാർക്കും എല്ലാവരുമല്ല, ചിലർക്ക് ഈ കൂടെ ഉള്ളവരുടെ നുണയും കൊതിയും കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. ബ്രദർ നാളെ വരണേ, എന്തേലും ഉണ്ടേ എന്നോട് വന്ന് അന്നേരം ഒരു കാര്യം ചെയ്തു, ടെക്സ്റ്റ് മെസ്സേജ് വിട്ടാ വാട്സപ്പിനകത്ത്. നല്ല കാര്യമല്ല ഈ വന്ന് പറയുന്നത്. അവിടെ എഴുതിയേക്കുന്നത് ദുശ്രുതി. ദൂ ഇട്ടിട്ട് 2 കുത്തുണ്ട്. അത് അത്ര നല്ലതല്ല. അതാ അങ്ങനല്ലേ മോളെ? ദുശ്രുതി ദൂ എഴുതിയേക്ക് 2 കുത്തില്ലേ? എന്തിയേ വായിച്ചു? അവരെ കുറിച്ചുള്ള ദുശ്രുതി. അല്ലാതെ കുഴപ്പടിയാണോ അത് പരുവക്കേടായത്? നല്ല വാർത്തയല്ല, കേൾക്കാൻ സുഖമുള്ളതല്ല, കേട്ടാൽ ആത്മീക വർധന വരുന്നതുമല്ല. ഈ ഇങ്ങനെയുള്ള വാർത്ത ന്യൂസ് കൊണ്ട് കൂടെ കൊടുക്കും. അപ്പൊ അപ്പന് വലിയ തൃപ്തിയായി. അതവര് നല്ല നിലയെങ്കിൽ കൊണ്ട് കൊടുക്കും. പിന്നെ ഇഷ്ടപ്പെട്ട ഭാര്യ റാഗേലി കൂടെ ജനിച്ചതല്ലേ. ആട്ടെ, വിവരിക്കുന്നില്ല ഭാഗമൊന്നും.